മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? എനിക്കിത് സുജാൻ സാറിനോട് തന്നെ ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഏറ്റവും സൂക്ഷ്മമായി, ഏറ്റവും അടുത്ത് നിന്ന് നിരീക്ഷിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് സുജാൻ സാർ. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആൻ്റണി തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ വരെ ക്ഷണിച്ചിട്ട് വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ്. പത്രപ്രവർത്തനം മതി എന്ന് തീരുമാനിച്ച ആളാണ് സുജാൻ സാർ എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരേ സ്ഥാപനത്തിലുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഏതായാലും സതീശൻ്റെ സർക്കാർ വരുന്നു, കേരളത്തിലെ 13ാമത്തെ സർക്കാരാണ്. എന്താണ് സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി? സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഇപ്പോൾ തൽക്കാലം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് വിഭജിക്കുന്നതിലുള്ള ചെറുതെങ്കിലുമായ തർക്കം പരിഹരിക്കുക എന്നതാണ്. അതാണ്ട് വകുപ്പുകൾ തീരുമാനിച്ചില്ലേ? എങ്കിലും അനിൽകുമാറും മുരളീധരനും തമ്മിൽ ആരോഗ്യ വകുപ്പും ഒരു തർക്കമുണ്ട്. അത് തീർന്നു എന്നാണ് കേട്ടത്. അത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇവർ നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ ഓരോന്നും പാലിക്കുന്നതിൽ രണ്ടെണ്ണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം. ആദ്യത്തെ ക്യാബിനറ്റിൽ 2 കാര്യങ്ങളിൽ, ഒന്ന് സ്ത്രീകളുടെ ബസ് യാത്ര, സൗജന്യ യാത്ര, അത് ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ആശാ വർക്കർമാർക്ക് ഒരു ആദ്യ ഗഡു എന്നതിൽ ഒരു 3000 രൂപയുടെ ഇൻക്രീസ്, 21,000 രൂപയാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ അതൊരു 3000 രൂപ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന നിലയിൽ പ്രഖ്യാപിച്ചു. പക്ഷേ സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, അത് പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പാക്കലാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സതീശൻ മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണം വരാൻ പോകുന്നു എന്നുള്ളൊരു പ്രൊപ്പഗാൻഡ വളരെ കാര്യമായി നടന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമി കൂടെയുണ്ട്, മുസ്ലിം ലീഗ് കൂടെയുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 27 സീറ്റുകളിൽ മത്സരിച്ച് 22 ജയിച്ചു. അവിടെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുമായിട്ട് അവർ നിൽക്കുന്നു. പിന്നെ മതമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മന്ത്രിയാവുന്നത്, സർക്കാർ UDF ജയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ UDFിൽ സതീശനോ ലീഗോ ആരും ഇന്നുവരെ തിരുത്തിയിട്ടില്ല. അങ്ങനെ ഒരാൾ മാത്രമല്ല, ആ പ്രസ്ഥാനം നിർണായക സ്വാധീനമുള്ളൊരു സർക്കാർ വരുമ്പോൾ വലിയ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുള്ള ആശങ്ക BJP അല്ല, RSS അല്ല, CPM ആണ് കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അതൊരു സതീശനൊരു ചാലഞ്ച് ആവത്തല്ലേ? തീർച്ചയായിട്ടും. AK ബാലനാണ് ഈ കാര്യം ആദ്യം പറഞ്ഞത്. അപ്പോൾ AK ബാലൻ സംസാരിക്കുന്നത് BJPയുടെ സ്വരത്തിലാണെന്നും BJPയും CPMഉം പരസ്പരം സഹകരിച്ചാണ് പോകുന്നതെന്നൊക്കെ ഉള്ള ആരോപണം ഉയരാൻ അത് കാരണമായി. പക്ഷേ അതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് ഭൂരിപക്ഷം കിട്ടിയ UDFന് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് എടുക്കണം എന്ന അഭിപ്രായം മുരളീധരനെ പോലെയുള്ള വളരെ സീനിയർ മോസ്റ്റായ ഒരു ലീഡർ പോലും പറയാനിടയായി. പക്ഷേ അത് സതീശന് പാലിക്കാൻ പറ്റിയിട്ടില്ല. ലീഗിൻ്റെ കയ്യിൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന പോർട്ട്ഫോളിയോ ആണ്. അതെ, അതിപ്പോൾ മണ്ണർക്കാട് MLA ഷംസുദ്ദീൻ ആണെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഷംസുദ്ദീൻ അതിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോൾ 2 മന്ത്രിയാണല്ലോ കീഴ്വഴക്കം ഈ അടുത്ത കാലത്തെ. അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കോൺഗ്രസ് മന്ത്രിമാർക്കായിരിക്കും. സ്കൂൾ വിദ്യാഭ്യാസം ശിവൻകുട്ടി കഴിഞ്ഞ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഇപ്പോൾ ഷംസുദ്ദീനാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഷംസുദ്ദീൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി PM ശ്രീ പദ്ധതിയെ പറ്റിയുള്ളതാണ്. PM ശ്രീ പദ്ധതിയെപ്പറ്റി UDFിനൊരു നയവും LDFിനൊരു നയവുമായിരുന്നു. LDF അത് രഹസ്യമായി പോയി ഒപ്പിട്ടു. പറ്റില്ല എന്ന് UDFും CPI അതിന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് പിൻവലിക്കാൻ പോയി. അപ്പോൾ UDFിൻ്റെ നയമായിരിക്കും ആ കാര്യത്തിൽ തൻ്റെ വിദ്യാഭ്യാസ നയമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് പിന്നാലെ ഷംസുദ്ദീൻ വെളിപ്പെടുത്തി കഴിഞ്ഞു, സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേന്ദ്രവുമായി ഒരു ടഗ് ഓഫ് വാറിലേക്ക് പോയാൽ UDFന് ഇവിടെ സുഗമമായി ഭരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു കൺസിലിയേറ്ററി അനുരഞ്ജന സമീപനമായിരിക്കുമോ സതീശൻ സ്വീകരിക്കുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ച മറ്റേ പ്രശ്നം സാർ പറഞ്ഞില്ല, അതായത് ഒരു ഇസ്ലാമിക നിയന്ത്രണത്തിലുള്ള സർക്കാരാണെന്നുള്ള ഒരു ഇമേജ് CPMഉം പിന്നെ ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് അത് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പ്രസ്താവന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ വേളയിൽ സതീശൻ്റെ പേരിൽ പ്രചരിച്ചിരുന്നു. സതീശൻ കോഴിക്കോട്ട് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകൾ ഇപ്പോഴും അവൈലബിളാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മുസ്ലിം സംഘടനാ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത്
നബി ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന സമയത്തും ഭൂമി സൂര്യനെ ചുറ്റുന്നു കണ്ടുപിടിച്ച് നബിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വസ്തുതാപരമായ അത്ര കറക്റ്റല്ല. കാരണം അതിനേക്കാൾ മുമ്പ് തന്നെ ആസ്ട്രോണമി വളരെ സ്ട്രോങ് ആയിരുന്നു ഇന്ത്യൻ വനനിരീക്ഷണ ശാസ്ത്രത്തിൽ. ഭാരതീയ പാരമ്പര്യത്തിൽ ഭാസ്കരാചാര്യർ, ഭട്ടാചാര്യർ, മാധവാചാര്യർ തുടങ്ങിയ ഏൻഷ്യൻ്റ് മാത്തമാറ്റീഷ്യൻസും ഫിസിസ്റ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരം ശാസ്ത്ര സത്യങ്ങൾ ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിലനിൽക്കെ ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് നബി തിരുമാനിയാണെന്നുള്ള ഒരു സുഖിപ്പിക്കൽ പ്രസംഗമാണ്. സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്ന ഒരാൾ കുറച്ചുകൂടെ കാര്യബോധത്തോടെ സംസാരിക്കേണ്ടതല്ലേ? പരന്ന വായനയുള്ള ആളാണ്. അതെ, വളരെ കോൺഗ്രസ്സുകാരിൽ വായിക്കുന്ന അപൂർവം ജീവികളുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു ജ്ഞാനതൃഷ്ണയോടെ കാര്യങ്ങൾ കാണുകയും അഭിജ്ഞനെ പോലെ സംസാരിക്കുകയും വേണം. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് നമുക്ക് ഒരു 4 വോട്ടിന് വേണ്ടി ഇത്രയും പ്രീഡന സംസാരം നടത്തുന്ന ഒരു ലോ ലെവൽ പൊളിറ്റീഷ്യനാണോ സതീശനെന്ന് നമുക്ക് സംശയം തോന്നി. ഒരു പക്ഷേ വോട്ടിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായിരിക്കും അത്. ചില ആളുകൾ തെറ്റായി എവിടെയെങ്കിലും വായിച്ചതായിരിക്കാം. അങ്ങനെ വരാം. പക്ഷേ അത് കറക്റ്റ് ചെയ്യാൻ എന്നാലും അതൊരു കോമൺ സെൻസിൽ ഒരു റീതിങ്കിങ്ങിന് വിധേയമാക്കേണ്ട പരാമർശമല്ലേ. പിന്നെ വേറൊരു യോഗത്തിന് അദ്ദേഹം ചെന്നതിന് ഇത് ജീസസ് ക്രൈസ്റ്റാണ് കണ്ടുപിടിച്ചതെന്ന് പറയാനും ഇടവരും. ഇങ്ങനെയായാൽ പണ്ട് സുകുമാർ അഴീക്കോടിനെ കുറിച്ച് പറയുന്ന വലിയൊരു ആശയമായിരുന്നു. വേദി അറിഞ്ഞ് അവർ നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണനെ കുറിച്ച് പറയായിരുന്നു. ആരും സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് എന്നാലും പുള്ളി അടിയൊപ്പിട്ട് കൊടുക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണോ സതീശൻ പുലർത്തിയതെന്നൊരു സംശയം ഉണ്ടായി. പക്ഷേ അതൊക്കെ നിലനിൽക്കുമ്പോഴും ഈ ആരോപണം ജമാഅത്തെ ഇസ്ലാമിയുടെയും റിയാലിറ്റിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സർക്കാരിനാണ് വോട്ടിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. അവരുടെ പിന്തുണ അല്ല, അത് ജമാഅത്തെ ഇസ്ലാമിന്നോ ലീഗെന്നോ പറയാതെ തീവ്രമായ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി. മുസ്ലിം ഏകീകരണം ബ്ലോക്ക് ബ്ലൈൻഡ്ലി UDFന് സപ്പോർട്ട് ചെയ്തതാണ് ഈ ഇലക്ഷൻ. അതുപോലെ ക്രിസ്ത്യൻ പിൻബലവും ഭൂരിപക്ഷം UDFനായിരുന്നു. മറ്റതുകൂടി ഉണ്ട്, CPM പിൻബലം ഉണ്ട്. പിണറായി ഇനി അങ്ങനെ ഭരിക്കേണ്ടെന്ന് കരുതിയിട്ട് പാർട്ടിക്കാരും UDFനാണ് ചെയ്തത്. വോട്ട് ചെയ്തു. കുറച്ചാളുകൾ BJPക്ക് ജയിച്ചിട്ടുണ്ട്. പക്ഷേ BJP ജയിക്കുമെന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം പാർട്ടി CPM തന്നെ UDFനാണ് വോട്ട് ചെയ്തു. അതെ. അതുകൊണ്ട് ഏറ്റവും മിനിമം ഒരു 5 സീറ്റിലെങ്കിലും BJP തോറ്റിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട്. മഞ്ചേശ്വരം ഉൾപ്പെടെ. മഞ്ചേശ്വരത്ത് 45,000 വോട്ടുണ്ടായിരുന്ന CPMന് 20,000 വോട്ടാണ് കിട്ടിയത്. തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്. അപ്പോൾ BJPക്ക് ജയസാധ്യതയുള്ള സീറ്റുകളിലൊക്കെ LDFൻ്റെ വോട്ട് UDFന്. വലിയ വിരോധാഭാസം ഞാൻ ഓർക്കുന്നത് MA ബേബിയുടെ ഒരു വീഡിയോ ഉണ്ട്. MA ബേബി കൽക്കത്തയിൽ കൂടെ ഒരു ജാഥ നടത്തുന്നു. എന്നിട്ട് പറഞ്ഞു ഫാസിസ്റ്റ് മമത പോയിരിക്കുന്നു, ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പം ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് BJP വന്നു എന്നാണ്. ഫാസിസ്റ്റുകൾ അവിടെ മമതയായി, TMC ആയി. അത് ഞാൻ കണ്ടിരുന്നു. ഇവർ വൃന്ദക്കാരായിട്ട് നിൽക്കുന്ന ഒരു ജീപ്പിൽ ബേബി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ബേബി അവിടെ ഒരു അക്കൗണ്ട് തുറക്കുമെന്നേ പറഞ്ഞുള്ളൂ. അത് സാധിച്ചിട്ടുണ്ട്. ഒരു സീറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ പോയിന്റിലേക്ക് വന്നാൽ സതീശൻ നേരിടാൻ പോകുന്ന വെല്ലുവിളി അല്ല, ഞാൻ തോന്നുന്നു ഒന്നാമത്തെ ഈ ഒരു വെല്ലുവിളി കേരളത്തിലെ ഒരു ഭൂരിപക്ഷ സമുദായം ഇപ്പം വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കുമെതിരെ ലീഗ് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ. അതെ. അപ്പോൾ അവർ ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാത്ത 2 പേർ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എന്ന് പറഞ്ഞാൽ NSSഉം SNDP യോഗമാണ്. യോഗനാഥത്തിൻ്റെ എഡിറ്റോറിയൽ 921 മാറാടും ഓർമ്മിച്ചുകൊണ്ട് എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ഇനി സർവീസിൽ എന്ത് വരും എന്നറിയില്ല. ഏതായാലും കേരളത്തിലെ 2 പ്രബല ഹിന്ദു സമുദായങ്ങളെ അവിശ്വാസത്തിൽ നിർത്തിയിരിക്കുന്ന അവസ്ഥ മാറ്റാൻ സതീശൻ എന്തെങ്കിലും ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിമാരാക്കാൻ ആ സമുദായത്തിൽ വേണ്ടത്ര പരിചയസമ്പന്നർ കുറവാണ്. 9 അംഗങ്ങളെ ലഭിച്ചതിൽ 3 പേരെ അദ്ദേഹം മന്ത്രിയാക്കിയിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് ഈ കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്ന കേരളമതി പത്രം ഇന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് മാത്രം ഒരു പ്രത്യേക റിപ്പോർട്ടും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി എല്ലാ സമുദായത്തിനും കുറവില്ല, ഒന്നിൽ എക്സസ് എന്ന് പറയുമ്പോൾ ഈഴവ സമുദായത്തിൻ്റെ ഈ 3 പ്രാതിനിധ്യം 6 ലഭിക്കേണ്ട സ്ഥാനത്താണ് 3 എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇനിയും ബോർഡുകൾ, കോർപ്പറേഷനുകളൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ പക്കൽ ഒരുപാട് നിയമന സൗകര്യങ്ങളുണ്ട്. അവിടെയൊക്കെ അത് ഗവൺമെൻറ്റിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഏതായാലും ഒരു സമതുലിതമായ അവസ്ഥയിലൂടെ ഒരു UDF ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റും.
അത് കരുണാകരനാണ് അത് ആ സർക്കസിൽ ഏറ്റവും വിജയിച്ച ആൾ. പരസ്പരം കലഹിക്കുന്ന സമുദായത്തെയും ഒരേ മുന്നണിയിൽ കൊണ്ടുപോയ അത് ചരിത്രത്തിലെ ആദ്യത്തെ ഉദാഹരണം കരുണാകരൻ്റേതാണ്, SRP NDP. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സർക്കസ് സതീശൻ തയ്യാറാവണം. അല്ല അദ്ദേഹം അതിനുള്ള വൈഭവം കാണിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 102 UDF അംഗങ്ങളുടെ പിൻബലമാണ്. എന്നും കോൺഗ്രസ്സിന് 100-ൽ കൂടുതൽ സീറ്റ് വന്നാൽ അത് അൽപായുസായി മാറിയിട്ടുണ്ട്. അത് 1971 111, അതാണ് ചരിത്രത്തിലെ ഈ കോൺഗ്രസ് മുന്നണിയുടെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. ആ സത്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ട് 1 മാസം തികയുന്നതിന് മുമ്പ് കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. രാജൻ കേസ് പോലെയുള്ള എമർജൻസി എക്സസസിൻ്റെ അനന്തരഫലമാണെങ്കിൽ പോലും അത് 111 സീറ്റിൽ ജയിച്ച ഒരാളിന് പെട്ടെന്ന് അതെ ഇത്തവണ വേറെ കാര്യമുണ്ട്. 13ാമത്തെ മുഖ്യമന്ത്രി 13 ഒരു അൺലക്കി നമ്പറാണ്. ഒരു ക്രിസ്ത്യൻ ബിലീഫാണത്. അതെ അതെ. അല്ല നമ്മുടെ കേരള ഹൈക്കോടതിയിൽ 12 കഴിഞ്ഞിട്ട് 12A ആണ്. 13 13ാമത്തെ കോർട്ടില്ല. അല്ല നമ്മൾ ആ തരത്തിലേക്കുള്ള ഇപ്പം നബി തിരുമേനി ഭൂഗോളം ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചു എന്ന് സതീശന് പറഞ്ഞോട്ടെ. പക്ഷേ അതുപോലൊരു അന്ധവിശ്വാസം നമ്മൾ പ്രചരിപ്പിക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ. അല്ല നമ്മുടെ പരമോന്നത നീതിപീഠം പുലർത്തുന്ന കാര്യമാണ്. അതെ അതെ, അത് ശരിയാണ്. അപ്പോൾ ഈ തരം കാര്യങ്ങൾ സതീശൻ ഒരുപക്ഷെ കരുതലോടെ സമീപിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞത് 102 ഭൂരിപക്ഷം ഈ വളരെ സേഫസ്റ്റ് ആണെന്ന് കരുതാൻ ഒട്ടും ന്യായമില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം അങ്ങനെയാണ്. കാരണം ആ കോൺഗ്രസ് ആ കാലത്ത് എത്ര കഷണങ്ങളായാണ് പിന്നെ പിരിഞ്ഞു പോയത്. അതിൽ നിന്നാണ് അരസ്റ്റ് കോൺഗ്രസ് ഉണ്ടായത്. LDFിലേക്ക് പോയി ആൻ്റണിയും കൂട്ടരും. ആൻ്റണി മുഖ്യമന്ത്രിയായി വന്നു. എന്നിട്ട് അദ്ദേഹം 1 വർഷം എന്തൊക്കെയുന്നതിന് മുമ്പ് രാജിവെച്ചു ചിക്കമംഗലൂർ ഇഷ്യൂവിൽ. പിന്നീട് PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയാകുന്നു. ആ മന്ത്രിസഭ എത്ര ആളുകളെ മുഖ്യമന്ത്രിയാക്കി. ഒടുവിൽ CH മുഹമ്മദ് കോയ പോലും 1 മാസം മുഖ്യമന്ത്രിയാകുന്ന ഒരു മന്ത്രിസഭയായിരുന്നു അത്. അതിനുശേഷമാണ് ഇന്നത്തെ രൂപത്തിലുള്ള UDF ഒക്കെ ഉണ്ടായി വരുന്നത്. പക്ഷേ അതിനൊക്കെ ശേഷം കരുണാകരൻ കാണിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ നിരീക്ഷണ പാഠവുമുണ്ട്. അതിൽ എല്ലാ ജാതി സമുദായങ്ങളെയും അദ്ദേഹം പരിഗണിക്കുകയും അവരുടെ അർഹമായ പ്രാതിനിധ്യവും പരിഗണനയും പാലിക്കുകയും ചെയ്തു. അങ്ങനെ പോയൊരു ഗവൺമെൻറ്റാണ്. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കൗശലവും ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കുമെങ്കിൽ VD സതീശൻ്റെ ഒരു വിജയമായിരിക്കും. പിന്നെ ഒരു പുതുയുഗം 21ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. ന്യൂജനാണ്. അപ്പോൾ അദ്ദേഹത്തിന് 62 വയസ്സേ ഉള്ളൂ. ഈ പ്രായം എന്ന് പറയുന്ന ഒരു ഗംഭീര സമയമാണ് അദ്ദേഹം. അതെ അതെ, ഒരുപാട് സമയം ഇനി മുന്നിലുണ്ട്. അപ്പോൾ കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഒരു ഭാവനയും ആശയവും അനുസരിച്ച് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുവാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് കൈവന്നിരിക്കുകയാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിൽ ഉറ്റുനോക്കുന്ന കാര്യം. ഏതായാലും നമുക്ക് പ്രേക്ഷകരെ കാത്തിരിക്കാം. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ നിലവിൽ വന്നിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ സർക്കാരിനെതിരെ വടിവാളും എടുത്തിറങ്ങാൻ നമ്മൾ ദേശാഭിമാനിയോ കൈരളി TV അല്ല. അപ്പോൾ ഇന്ത്യ ലൈവിൻ്റെ പോളിസി വളരെ ക്ലിയറാണ്. ഈ സർക്കാർ പ്രവർത്തിക്കട്ടെ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നിരീക്ഷിക്കും. സർക്കാർ ജനപക്ഷത്താണെങ്കിൽ സർക്കാരിൻ്റെ കൂടെ നിൽക്കുക, ജനവിരുദ്ധമായ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ സർക്കാരിനെ എതിർക്കുക എന്ന പോളിസി ആയിരിക്കും ഇന്ത്യ ലൈവിൽ ഉണ്ടായിരിക്കുക. സതീശനോടോ അല്ലെങ്കിൽ UDF സർക്കാരിനോടോ നമുക്ക് മുൻവിധികളില്ല. നമുക്ക് കാത്തിരിക്കാം. ആദ്യത്തെ 100 ദിവസം ഈ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാത്തിരിക്കാം. അതല്ലേ അതിൻ്റെ ശരി? അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി അത് ചെയ്യാൻ മറക്കാതിരിക്കുക.